മലപ്പുറം കാളികാവിലെ ആളെക്കൊല്ലി കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായി. കരുവാരകുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവ അളവില് കുടുങ്ങിയത് കൂട്ടുന്ന് കടുവ അളവില് കുടുങ്ങിയത് കൂട്ടുന്ന് കടുവ അളവില് കുടുങ്ങിയത് കൂട്ടുന്ന് മലപ്പുറം കാളികാവിലെ ആളെക്കൊല്ലി കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായിരിക്കുകയാണ്. നമുക്കിപ്പം അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുണെ, അങ്ങനെ ആശങ്കകൾക്ക് വിരാമമായിരിക്കുകയാണ്. ഒടുവിൽ കടുവ കുടുങ്ങിയിരിക്കുകയാണ്. കടുവ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയിട്ടുണ്ടോ? ലക്ഷ്മി, കടുവ കൊണ്ടുപോയിട്ടില്ല. നാട്ടുകാർക്ക് വലിയൊരു ആശ്വാസമാണ്. ഏറെ ദിവസത്തെ ദൗത്യത്തിനൊടുവിലാണ് ഇപ്പോൾ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയിരിക്കുന്നത്. മെയ് 16 തുടങ്ങിയ ദൗത്യമാണ്. 2 മാസത്തോളം നീളുന്ന ദൗത്യത്തിന് ഇപ്പോഴാണ് കടുവയെ കണ്ടെത്താൻ, കടുവയെ പിടികൂടാൻ സാധിച്ചത് എന്നുള്ളൊരു ആശ്വാസത്തിലാണ് വനംവകുപ്പുള്ളത്. നാട്ടുകാരെ സംബന്ധിച്ച് ഈ മേഖലയിലെ തൊഴിലിന് പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നത് വലിയ ഭീതിയോടുകൂടി തന്നെയായിരുന്നു. കാരണം നിരന്തരമായി കടുവയുടെ കാൽപ്പാടുകൾ വിവിധ മേഖലകളിൽ കാണുന്നു. കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നു. ഒരു തവണ വനംവകുപ്പുമായി നേർക്കുനേർ കടുവ വരുന്നു. അന്ന് വെടിയുതിർത്തെങ്കിലും കടുവയെ പിടികൂടാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു. ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കടുവ കൂട്ടിലകപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആശ്വാസകരമായ കാര്യം. ഇനി വനംവകുപ്പിന്റെ നടപടിയിലേക്കാണ് കടക്കാനുള്ളത്. ഇനി കടുവ എങ്ങോട്ട് മാറ്റുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വനംവകുപ്പ് ഒരു വ്യക്തത വരുത്തേണ്ടതുള്ളത്. DFOയുടെ ഉൾപ്പെടെ പ്രതികരണം വരേണ്ടതുണ്ട്. എന്നാൽ നാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിട്ടുണ്ട് എന്നുള്ളതാണ്. അന്നൊക്കെ നാട്ടുകാരുടെ നിലപാട് കടുവയെ വെടിവെച്ച് പിടികൂടണം എന്നത് തന്നെയായിരുന്നു. പക്ഷേ ഇന്നത്തേക്ക് വരുമ്പോൾ, ഇത്രയും ദിവസമാകുമ്പോൾ കടുവ കുടുങ്ങിയതുകൊണ്ട് തന്നെ നാട്ടുകാർ തൃപ്തരായിരിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ പ്രതികരണത്തിന് ശേഷം നാട്ടുകാരും അവരുടെ തീരുമാനമൊക്കെ, അവരുടെ അഭിപ്രായമൊക്കെ പറയും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 1.5 മാസത്തോളം നീണ്ട ദൗത്യമാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്നത്.